കാലം മുതൽ ഇതുവരെ അടികളായിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവോട് ആലോചന പറഞ്ഞു ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചു നിങ്ങളുടെ സ്തോത്രം. ഈ രാത്രിയാമേ ഞങ്ങൾ വചനപഠനത്തിനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. സഭയായി ഒന്നിച്ച് ഇത്രയും പ്രിയ സഹോദരി സഹോദരന്മാർ കൂടി വന്ന ദൈവസന്നിധിയിലായ ഞങ്ങളുടെ സ്തുതിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കാണിച്ചതായി സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ന് നമുക്ക് വചനപഠനത്തിനായിട്ട് ദാസനയുടെ അയച്ചിട്ടുണ്ട്. ചില നാളുകൾ വിശേഷം കടന്നു വന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണുവാൻ സന്തോഷിക്കാൻ തന്നെ കേൾപ്പാൻ കൃപയ്ക്കായി വീണ്ടും ദാസനെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ആവശ്യമായ എല്ലാ ആലോചനയും വായതുറക്കുമ്പോൾ ഏറ്റവും കൃപയോടുകൂടി അയൽപ്പാൻ സഹായിക്കണം. അയക്കുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവമാണെന്ന് ഇടനാളുകളിലൊക്കെ അത്ഭുതമായി സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് ഞങ്ങളുടെ മധ്യയായി ആ കുടുംബത്തിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രിയ സഹോദരിയായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഇവിടെ പരിപാലിക്കുന്നവർക്ക് ഈ കൂട്ടായ്മയ്ക്കായിട്ട് ഏറ്റവും അനുഗ്രഹീതമായ ക്ഷേമത്തോടെ സമാധാനത്തോടെ നിന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്തു. പിതാവേ സ്തോത്രം സ്തോത്രം. ആമേൻ. ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ നിലയിൽ ഇവിടെ കടന്നു വരുവാനായിട്ട് എനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്രയും പേർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് പറയുവാനായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് അനുവദിക്കുന്ന സമയങ്ങളിൽ പറയാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വചനഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. നീതിയായ നേർവഴിയും പീഡനത്താലുള്ള ആളായവരെയും കൈക്കൂലി വാങ്ങാതെ കൈ കൊടുക്കുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊട്ടുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയർന്നു വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിട്ട് അവന്റെ അപ്പം അവന് കിട്ടും. അവന് ഗർഭം കിട്ടുകയും. രണ്ടാമത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 15-ാം സങ്കീർത്തനം വായിക്കാം. യഹോവയുടെ കൂടാരത്തിലാണ് പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിലാണ് വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയത്തോടും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കൃപ പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ
വളരെ നിന്ദനായെന്നുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ, സത്യം ചെയ്തിട്ട് ചേർന്നാലും ആകാത്തവർ, തൻ്റെ ദ്രവ്യം പരസ്യം കൊടുക്കാതെയും കുറ്റമില്ലാതെ വിരോധമായി കൈക്കൂലി വാങ്ങാനായി ഇരിക്കുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും മുന്നിൽ പോവുകയില്ല. മൂന്നാമതായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഈ വചനഭാഗങ്ങൾ വായിച്ചപ്പോൾ ഒരുപക്ഷെ എൻ്റെ വിഷയം നിങ്ങൾക്ക് പിടികെട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും? നമുക്കറിയാം, നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നാം ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവനാമത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടാണ് നാം ചെയ്യുന്നത്. ആരാധനയിൽ നാം കടന്നു വരുമ്പോൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമ്പോൾ നമുക്കറിയാം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയിലേക്കാണ് ക്രിസ്തു വിശ്വാസികൾ കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകയാൽ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യും. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിട്ട് മാത്രം തീരുമാനമായിട്ട് പാടുള്ളതല്ല. ഈ വിഷയം വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ വിഷയം ഒന്ന് സംസാരിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെട്ടത്. കാരണം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം നമുക്ക് എങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കാം, നമുക്ക് ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മെ കരുതുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു എന്നുള്ള ആലോചന പറഞ്ഞു തരുന്നു ഒക്കെ വാസ്തവമാണ്. എങ്കിലും നാം നമ്മെ തന്നെ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അങ്കിള് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പാട്ട് പാടിയപ്പോൾ എന്നോട് ചോദിച്ചു, വിഷയത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടുണ്ടോ? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പാട്ടാണ് അങ്കിൾ ആദ്യം പാടിയത്. മാറ്റിച്ചായം പ്രാർത്ഥിച്ചപ്പോഴും ഉടനീളം കേട്ടത് ദൈവനാമത്തിന് മഹത്വപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഏതൊരു കാര്യം ദൈവനാമത്തിന് മഹത്വമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ദിശകളിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന് കാരണമായി തീർന്ന് നമുക്കറിയാം. നാം എല്ലാവരും ജീവിക്കുന്നത് ഈ പാപമയമായ ജീവിതത്തിലും പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ശരീരത്തിലുമാണ് നാം വസിക്കുന്നത്. നമ്മൾ ആരും ദൈവദൂതന്മാരല്ല. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ അത്ഭുതാത്മകമായിട്ടാണ് സൃഷ്ടിച്ചത്. സങ്കീർത്തനക്കാരൻ 139 പറയുന്നുണ്ട്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണുവാനേ കഴിയും. ആ നിലയിൽ വളരെ വ്യത്യസ്തതയോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശത്തെ നാം മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല. എന്നാൽ മനുഷ്യന് പാളിച്ചകൾ വന്നു, പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു, അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു. എന്നാൽ വീണ്ടും കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം, സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം അവരെ വീണ്ടും കൃപയിലേക്ക് വിളിച്ചു വരുത്തിയത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന വിഷയമാണ്. സങ്കീർത്തനക്കാരനോടൊക്കെ ചേർന്ന് നാം പറയാറുണ്ട്, വരുവിൻ നാം ദൈവത്തെ നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുക. അപ്പോൾ മുന്നേ നമ്മെ ദൈവം സൃഷ്ടിച്ചു, എന്നാൽ വീണുപോയ മനുഷ്യനെ എന്ത് ചെയ്ത് വീണ്ടും ഒരു പുനർനിർമ്മാണം ചെയ്തിരിക്കുകയാണ്.
100-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നമ്മെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാക്കി എന്ന് പറയുന്നതിന് പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാറ്റിനും പിന്നിൽ പലവിധമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരഘടന എന്ന് പറയുമ്പോൾ അവനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മറ്റു ജീവജാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു ആത്മാവ് അവനുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ആത്മാവ് ഉള്ളിൽ ഉള്ളത് കൊണ്ട് നാം വളരെ ഗൗരവത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ അതിന് ആത്മീയമായ ലക്ഷ്യവും അർത്ഥവും ഉണ്ട് എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ശരീരം എന്ന വാക്ക് അത് വന്നത് മനെ എന്ന വാക്കിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മനം എന്ന് പറയുന്നത് ആലോചിച്ച് ഉണ്ടാക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെ നാം നോക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം എന്നുള്ളത് അത് മനനം ചെയ്യുവാനായിട്ട് ആ നിലയിൽ ആയിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടവർക്കുള്ള ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇന്ന് നാം ഓർക്കുമ്പോൾ ദൈവത്തിന്റെ വകക്കാരായിട്ട് നാം തീർന്നിരിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന ആത്മാവ് വസിക്കുന്ന മന്ദിരമായിരിക്കുന്ന ഈ ശരീരത്തിനെ എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കുവാനും ദൈവവചനം നമ്മോട് അനുശാസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി കഴിഞ്ഞ നാളുകളിൽ നാം ജീവിച്ചതുപോലെ ഇനി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജഡത്തിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്ത അത് നമ്മെ ദൈവത്തോട് ശത്രുത്വം ഉളവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം ഓർക്കണം, നാം ഒരു കാലത്ത് ശത്രുക്കളായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ നാം ദൈവത്തിന് മിത്രങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി ജഡത്തിന്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താണ് ദൈവവചനം പറയുന്നത്? റോമാലേഖനം 6:7 പറയുന്നത് പോലെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. നാം വീണ്ടും ശത്രുക്കളായിത്തീരാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളായിട്ട് തീർന്നു പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം നമ്മുടെ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാം എന്ന വിഷയം ചിന്തിക്കുന്നത് മുഖാന്തരം നാം നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് തീരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, മനുഷ്യനെ നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ 3 നിലകളിൽ നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് പ്രാകൃത മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, ജഡിക മനുഷ്യൻ. ഈ 3 നിലകളിലുള്ള ആളുകളായിട്ട് മനുഷ്യരെ നമുക്ക് തരംതിരിക്കാം. ദുഃഖകരം എന്ന് പറയട്ടെ, ഈ 3 ഗണത്തിലുള്ളവരും നമ്മുടെ സഭകളിലുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. എന്നാൽ നാം ഒന്നും ഉൾപ്പെടുന്ന സഭയിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കട്ടെ. കൊരിന്ത്യ ലേഖനത്തിൽ അത് പറയുമ്പോൾ നമുക്കറിയാം, കൊരിന്ത്യരില് ആ സഭയില് ജാതികളിൽ പോലും ഇല്ലാത്ത ആചാരം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. പ്രാകൃതന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു, ജഡികന്മാരായിട്ടുള്ളവരായിരുന്നു. അവരുടെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകൾ ആത്മീയന്മാരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് വചനം അതുപോലെ തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം.
ഞാൻ പറയാം. ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ദൈവാത്മാവ് അവനിൽ ഇല്ല എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? പ്രാകൃത മനുഷ്യനാണ്. ആദ്യം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ അവനെ ചുറ്റിയിരുന്ന തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ പ്രാകൃതമായ അവസ്ഥയിലേക്ക് അവൻ കടന്നുപോയി. എന്നാൽ കൃപയാൽ നമുക്ക് ദൈവം നമ്മെ ഓർത്ത് നമ്മെ കുറിച്ച് വിചാരിച്ചപ്പോൾ, നമ്മെ വീണ്ടും തിരികെ വിളിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ, കർത്താവ് ക്രിസ്തുവിനെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ അവന്റെ മക്കളാക്കി വീണ്ടും തീർക്കുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഇന്ന് നാം കൃപ ലഭിച്ചവരാണ്. ഇന്ന് നാം ആത്മീയ മക്കളാണ്. ഇന്ന് നാം അവന്റെ ഉപദേശം കൈക്കൊള്ളുന്നവരാണ്. ഇത് ഞാൻ പറയുമ്പോൾ നാം നമ്മെ തന്നെ ചിന്തിക്കണം, വാസ്തവമായിട്ടും അതങ്ങനെ തന്നെയാണോ? പ്രാകൃത മനുഷ്യരല്ല എന്നുള്ള സത്യമാണ്. രക്ഷിക്കപ്പെട്ടവരാരും പ്രാകൃത മനുഷ്യരല്ല. എന്നാൽ അവരെ അഥവാ തെറ്റുകളിലേക്ക് പോയാൽ, ഉപദേശം കൈക്കൊള്ളാത്ത അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പേരെന്താണ്? അവർ ജഡീക മനുഷ്യരാണ്. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർക്ക് ആത്മീയമായിട്ട് അവർക്ക് വളരുവാനായിട്ട് സാധിക്കുന്നില്ല. ആത്മീക കൃപകൾ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവ വഴിയിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അവരെ തടസ്സപ്പെടുത്തുന്ന എന്തോ ലൗകിക ബന്ധനങ്ങൾ അവരിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട, ഇത് ദൈവാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണ്? രക്ഷിക്കപ്പെട്ടാലും ജഡികരായിട്ട് ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമുക്കറിയാം, തിരുവെഴുത്ത് ആദിയോടൊന്ന് പരിശോധിക്കുമ്പോൾ വീണുപോയ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞവരായിരിക്കുന്ന നമുക്ക് അത് സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രാകൃത മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ആത്മീയമായ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഇന്ന് ജഡിക മനുഷ്യരായിട്ടാണോ ജീവിക്കുന്നത്, അതോ ആത്മീയ മനുഷ്യരായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, മനുഷ്യന്റെ ആ അവസ്ഥയ്ക്ക് അത് ആ വാക്ക് വന്നതിനോടുള്ള ബന്ധത്തിൽ മനനം ചെയ്യുവാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ വിവേചനാപൂർവം നമ്മുടെ അവസ്ഥയെ ഒന്ന് കൂലങ്കക്ഷമായിട്ട് പരിശോധിച്ച് നാം മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ജഡിക മനുഷ്യൻ അവൻ പ്രാകൃത മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവെങ്കിലും അവന് ആത്മികമായിട്ട് വളരുവാൻ കഴിയാത്ത മുരടിച്ച അവസ്ഥയിൽ അവനായിരിക്കുന്നു. ഈ ലോക കാര്യങ്ങളിൽ അവൻ സമ്പന്നത കണ്ടെത്തുവാനായിട്ട് അവൻ മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ആത്മീയ മനുഷ്യനെ കുറിച്ച് എന്താണ് പറയുന്നത്? 1 Corinthians 2 അധ്യായം 14 നാം വായിച്ചു. അതിനെ തുടർന്നുള്ള വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രിതനാണ് അവൻ. എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഗുണമാണ്. ഈ ഗുണത്തിന്റെ ഉടമസ്ഥന്മാർ നാം ആയിത്തീരണം. നമുക്ക് വിവേചന ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. നാം ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും ദൈവസന്നിധിയിൽ ആലോചനകൾ സ്വീകരിക്കുവാനായിട്ടുള്ള ഹൃദയമുള്ളവരായിട്ട് കടന്നു വന്ന് അതിനെ മനസ്സിലാക്കി അതിന് വിധേയപ്പെടുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നാം അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നന്മ വരുന്ന ഒന്നാണെങ്കിൽ അതിന് ഉപദേശ ഘനീകരണം വന്നാലും നാം അതിനെ സ്വീകരിക്കും. അതാണ് നമ്മുടെ പ്രവണത.
അത് മനുഷ്യ സഹജമാണ്. എന്നാൽ തിരുവചനം അത് നമ്മോട് അനുശാസിച്ചിട്ടില്ല. തിരുവചനം പറയുന്നത് വിവേചന ശക്തിയെ നാം അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. വിവേചിക്കാത്തവൻ ആരാണ്? അവൻ ആത്മീകനല്ല. നാം പറയുമല്ലോ, വിശ്വാസ സമൂഹത്തിൽ തന്നെ പലരെയും നോക്കിക്കൊണ്ട് ആളൊരു ആത്മീയനാണ്, ആളൊരു ആത്മീയൻ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആളുടെ പ്രവൃത്തിയും ആ ആളുടെ എന്താ പറയണേ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ദൈവസഭയിലുള്ള തൻ്റെ പെരുമാറ്റങ്ങളും സമൂഹത്തിലുള്ള തൻ്റെ ജീവിതവും കുടുംബത്തിലുള്ള തൻ്റെ മാതൃകാപരമായിട്ടുള്ള ജീവിതവും കാണുമ്പോൾ പറയുന്നത് അദ്ദേഹം ആത്മീയനാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും നമ്മെക്കുറിച്ചും അത് പറയണം. ഞാൻ ഒരു ആത്മീയനാണെന്ന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ ആ നിലയിൽ ജീവിക്കണം. ഇല്ല എങ്കിൽ അത് സാധിക്കുകയില്ല. ഇല്ലെങ്കിൽ ഞാൻ ലോക മനുഷ്യരെ പോലെ ശ്രമിച്ചോ, അദ്ദേഹം സഭയിലൊക്കെ പോകുന്ന ആളാണ്, പക്ഷെങ്കിൽ പോരാ എന്ന് നാം പറയും. നമുക്കറിയാം, വളരെ പരിചയമുള്ള ഒരു വ്യക്തി പഴയ നിയമഭാഗത്തുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീഷയെ കുറിച്ച് ഒരു സ്ത്രീ സാക്ഷ്യം പറഞ്ഞു. എലീഷയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം തന്റെ ഭർത്താവിനോട് അത് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മുടെ വീടിന്റെ ഈ വഴിയായിട്ട് കടന്നു പോകുന്ന ഈ മനുഷ്യൻ വാസ്തവമായിട്ട് ഒരു ദൈവപുരുഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിനോട് ആലോചന പറഞ്ഞു. അവന് നമ്മുടെ വീടിന്റെ മുഖത്തിൽ ഒരു മാളിക മുടി പണിതു കൊടുക്കണം, അവരവിടെ താമസിക്കുവാനായിട്ട് അവനൊരു കട്ടിലുണ്ടാക്കണം, ഒരു മേശ അവിടെ ഒരുക്കണം, ഒരു വിളക്ക് അവിടെ സ്ഥാപിക്കണം. എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മെ നോക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകം പറയുമോ? നാം നമ്മുടെ അയൽവാസികൾക്ക് നാം എങ്ങനെയാണ് അവരോട് ഇടപെടുന്ന രീതി എന്താണ്? നമ്മളെല്ലാവരും നല്ലപോലെ ഇടപെടുന്നവരാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് വീഴ്ചകൾ വന്നുപോയാൽ അത് നമ്മുടെ സാക്ഷ്യത്തെ ഖനിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ദൈവനാമം അറിയപ്പെടണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാ ചെയ്തികളും, നമ്മുടെ ഈ ജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത് 3 തരം മനുഷ്യരാണ്. 1 പ്രാകൃത മനുഷ്യൻ, 2 ജഡിക മനുഷ്യൻ, 3 ആത്മീയ മനുഷ്യൻ. അങ്ങനെ നാം നോക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ശരീരം കൊണ്ട് നാം എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളത് നാം നമ്മെ തന്നെ ഓർക്കുവാനും ചിന്തിക്കുവാനും കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി മനുഷ്യ ശരീരം എന്ന നിലകളിൽ നാം പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ ശരീരം എന്നിവയിൽ നിന്ന് പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. വളരെ പരിചയമുള്ള ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. നിലത്തെ പൊടിയുള്ള മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട്. ഇവിടെ നാം കാണുന്നത് മനുഷ്യൻ എന്താണ്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. ഒന്നുകൂടെ ചിന്തിക്കണം. ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. നിലത്തെ പൊടി കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത് എന്നോർക്കണം. ഈ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ഇപ്രകാരമാണല്ലോ. 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നോക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റെല്ലാ ദൈവ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് നല്ലതെന്ന് കണ്ടു. എല്ലാം നല്ലതാ എന്ന് പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ പറയട്ടെ, അതിലും നല്ലതായിട്ടാണ്. ദൈവം ആദ്യം സൃഷ്ടിച്ച ആകാശവും ഭൂമിയുമാണ്. ആ ആദ്യം സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന്, ആ നിലത്തെ പൊടി കൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഏറ്റവും മഹനീയമായ അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ, സ്വഭാവ ഗുണത്തിൽ
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് നാം പറയുമ്പോൾ നാം ഏറ്റവും പ്രഥമമായിട്ട് ഈ കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 139:14 ഞാൻ ആദ്യം ഉദ്ധരിച്ചതാണ്. അവിടെ സങ്കീർത്തനക്കാരൻ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഭയങ്കരവും അതിശയവുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 100-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും നാം കണ്ടതല്ല, വീണ്ടും മനുഷ്യനെ വീണ്ടും ഒരു രൂപം നൽകി അവനെ രൂപപ്പെടുത്തുമ്പോൾ ദൈവം അവനെ ഉണ്ടാക്കി എന്നുള്ളത് ദൈവം ആ സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം. യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവർ തന്നെ. അവിടെ വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞ പിന്നെ വീണ്ടും നിന്നെ നിർമ്മിച്ചവനെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ചിന്താഗതി പോയതാണ്, ഞാൻ മനസ്സിലാക്കുന്ന ആ നിലയിലാണ്. ഞാൻ പറയട്ടെ, ഒരിക്കൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു, സൃഷ്ടിയുടെ ഭാഗമായിട്ട് തീർന്നവരാണ്. എന്നാൽ വീണുപോയ മനുഷ്യന് വീണ്ടും എന്ത് ചെയ്തു? ഒരു പുനരുദ്ധാരണം നൽകി അവന്റെ ഒരു പുനർനിർമ്മാണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ യാക്കോബിനോടുള്ള ബന്ധത്തിൽ എന്താണ് ഇവിടെ പറയുമ്പോൾ, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, യാക്കോബിനെ എന്താക്കി തീർത്തു? അവരെ ഇസ്രായേലാക്കി തീർത്തു. അപ്പൊ നോക്കുക, നമ്മോടുള്ള ബന്ധത്തിൽ ഒന്ന് നോക്കുക. നാം ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് തീർന്നവരാണ്. ജനനം കൊണ്ട് നാം ദൈവ സൃഷ്ടിയുടെ ഭാഗമായി തീർന്നു. എന്നാൽ പാപത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നീട് എന്താണ് നമുക്ക് ലഭിച്ചത്? നമുക്ക് വീണ്ടും ജനനം സാധ്യമായി തീർന്നിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സത്യത്തെക്കുറിച്ച് നാം മറന്നു പോകരുത്. ദൈവം നമ്മെ ഉണ്ടാക്കി. ഇതാണ് ശരീരത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇതിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് എന്ന് അത് മറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, നാം എന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. ദൈവം എന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ആ ഇസ്രായേലിനെ ഒരു പ്രത്യേകമായിട്ടുള്ള ജാതിയായിട്ടും സമ്പത്തായിട്ടും ദൈവം വേർതിരിച്ചപ്പോൾ അവരെ ദൈവത്തെ ആരാധിപ്പാനും സേവിപ്പാനുമായിട്ടാണ് അവരെ വീണ്ടെടുത്തത്. അതുപോലെ തന്നെ നമ്മെ വീണ്ടെടുത്തതിന്റെ ഉദ്ദേശം കർത്താവ് ദൈവത്തിന് നല്ലതായിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയേണ്ട വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം നാം അത് വായിച്ചതാണ്. അവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? അപ്പോൾ നാം ഇന്നെന്താണ്? പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന അത് ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോൾ ഈ ശരീരം പണ്ട് എങ്ങനെയായിരുന്നു? ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടനാണ് അധിവാസം ചെയ്തിരുന്നത്. സാത്താന്റെ നിയന്ത്രണമാണ് നമ്മിലുണ്ടായിരുന്നത്. ഈ ലോകത്തിന്റെ അധിപതിയായ അനുസരിച്ച് നാം നടന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മനോവികാരങ്ങൾ മാത്രം ചെയ്യാനായിട്ടുള്ള താല്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരത്തക്ക നിലയിൽ ആ ആത്മാവ് വസിക്കുന്ന മന്ദിരമാക്കി നമ്മെ തീർന്നിരിക്കുകയാണ്.
എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയപ്പോൾ അത് ഭംഗമില്ലാത്ത പ്രത്യാശയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. ആ നിലയിൽ നോക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം എന്നുള്ളത് ദൈവത്തിന്റെ ആലയമാണ്. ആലയം എന്ന്, ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധി അതിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധി അതിൻ്റെ പ്രത്യേകതയാണ്. അവിടെ മാലിന്യവും കളങ്കവും ഒന്നുമില്ലാത്ത ഇടമാണ്. ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം പാർക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് പാർക്കുന്ന വാസസ്ഥലം. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആവാസം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് വസിക്കത്തക്ക നിലയിൽ നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വളരെ ആവശ്യം. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ എന്താ ഞാൻ ചെയ്യുക? നമ്മുടെ വീട്ടില് ഏറ്റവും മാന്യമായ സ്ഥാനം വളരെ നന്നായിട്ട് വൃത്തിയാക്കി, നന്നായിട്ട് അലങ്കരിച്ച് നമ്മെ കൊണ്ട് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതെല്ലാം ചെയ്താണ് നാം അവിടെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ണിനും ദയതോന്നാവണ്ണം കടന്നിരുന്ന, വളരെ മ്ലേച്ഛമായ അവസ്ഥയിൽ കടന്നിരുന്ന നമ്മെ അവൻ രക്ഷിച്ച് അവന്റെ ആ പവിത്രമായ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരുവാൻ പ്രസാദിച്ചപ്പോൾ ആ ആത്മാവിന് വസിക്കുവാനായിട്ട് കഴിയുന്ന മനോഹരമായ ഒരിടമാണ് നമ്മുടെ ഹൃദയം. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെയാണ്? ആരുടെയും ജീവിതത്തിലേക്ക് വിരട്ടുകൊണ്ടേണ്ട ആവശ്യമില്ല. നമ്മൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വിരട്ടുകൊണ്ടാണ്. എത്രയൊക്കെ വരുന്നാത്ത ചിന്തകളാണ് ഓരോ ദിവസങ്ങളും കടന്നു വരുന്നത്. നാം രാവിലെ ഉണർന്നതിന് ശേഷം വൈകിട്ട് കിടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വിചിന്തനം ചെയ്യുക, ഇന്ന് പകലിൽ ഞാൻ എന്തൊക്കെയാ ചെയ്തു കിട്ടിയത്. ഒരിക്കൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിച്ച് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞേ? അദ്ദേഹം ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ വിചിന്തനം ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ കുറെ അധികം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്റെ ഹൃദയത്തിൽ കടന്നു വന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, നീ കൊച്ചു കുഞ്ഞും നീ സാധു ഒന്നും അല്ല, നീ ഭയങ്കരണ്ട, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുകയാണ്, ചിന്തിച്ചു കൂട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ശരീരത്തിലും അവരുടെ പ്രവൃത്തിയിലും എന്തൊക്കെ പോകണം നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തതയുണ്ട്. ഞാനും എൻ്റെ ദൈവവും മാത്രം അറിയുന്ന അനേകമായ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അത് ദുഃഖകരമാണ്. ഞാനും നിങ്ങളും ഒരുപോലെ അതിനെ ഗൗരവത്തോടെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 24-25 അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പൊ നോക്കുക, കർത്താവ് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അവൻ ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ നാം ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടവരായി തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാനായിട്ട് ഇടവരുന്നു എന്നുള്ളത് നാം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ നാം എല്ലാ അർത്ഥത്തിലും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. റോമാലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നിങ്ങളുടെ അവയവങ്ങളെ അനീതികളായിട്ടുള്ളതായി പാപത്തെ സമർപ്പിക്കുകയും നിങ്ങൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നതായി നിങ്ങളുടെ അവയവങ്ങളെ നീതികളായിട്ടുള്ളതായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിനായിട്ട്, ശരീരത്തിലെ അവയവങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണമെന്ന് പറയുക. അനീതിയുടെ ആയുധങ്ങളായിട്ട് ഈ അവയവങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ,
അനീതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നീതിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. അത് നാം മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ടും കർക്കശമായിട്ടും നമ്മോട് പറയുന്നത് അനീതിപരമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവം അത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ത് വിലയാണ് കൊടുത്തതെന്ന് നമുക്കറിയാം. ഒരു പാപവും ചെയ്യാത്ത, ഒരു ഊനമില്ലാതിരുന്ന, വായിൽ വഞ്ചനയില്ലാതിരുന്ന, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്ത, ഭീഷണം പറയുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന, അങ്ങനെയുള്ള കർത്താവിന്റെ പവിത്രമായിട്ടുള്ള രക്തം മുഴുവനും കൊടുത്തിട്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അതിന്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ആത്മാവിന് വിലയുണ്ട് കേട്ടോ. അവിടെ നാം പിന്നീട് വരുന്നതാണ്. കർത്താവിന്റെ ഏറ്റവും വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നമ്മെ വിലയ്ക്ക് വലിയ വില കൊടുത്ത് വാങ്ങി എന്നുള്ളത് കൊണ്ട് നാം എന്താണ് വലിയ വില കൊടുത്ത് വാങ്ങിയാൽ പിന്നെ നാം ആരാ? നാം പറഞ്ഞവരൊന്നല്ല, നാം വിലപ്പെട്ടവരാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ലോക മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരെക്കാൾ മഹത്വകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ സത്യത്തെ നാം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് മുമ്പും ഓർത്താണ് എങ്കിലും വീണ്ടും ഓർപ്പിക്കുകയാണ്. ഈ ശരീരം കൊണ്ട് പൊതുവിൽ നാം അറിയേണ്ട മനുഷ്യ ശരീരത്തെ കുറിച്ച് കാര്യങ്ങൾ ഓർക്കുമ്പോൾ മൂന്നാമതായിട്ട് നാം അറിയേണ്ട കാര്യം, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാം ആദ്യം ഓർത്തല്ലോ, നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. ഈ ശരീരം കൊണ്ട് ദൈവനാമം മഹിമപ്പെടണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിച്ച വാക്യം, അവിടെ എന്താണ് വായിക്കുന്നത്? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടെ ആകയാൽ എന്ന് പറഞ്ഞപ്പോൾ 19-ാം വാക്യം അതിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അവിടെ എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ഹൃദയം. അപ്പോൾ അത് പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നാം നിയമാനുസൃതമായിട്ട് ആരാണ്? നാം നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ദൈവമാണ്. ഈ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ അനുവാദം നമുക്ക് വേണം. നാം അനുവാദം വാങ്ങാറുണ്ടോ? ചിലപ്പോഴെങ്കിലും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം, വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് വീട് കൊടുക്കുമ്പോൾ അവർക്ക് കണ്ടീഷനുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾ പോകുമ്പോൾ എനിക്ക് മടക്കി തരണം. അഥവാ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലാൻഡ് ലോർഡിന്റെ പെർമിഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവമക്കളായിരിക്കുന്ന ഇന്ന് നാം ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് അനീതിപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാൻ അവൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണ അനുവാദം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നാം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? ദൈവത്തിന്റെ അനുവാദം വേണം. നമുക്ക് നല്ല കാഴ്ചകളുള്ള കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലുകൾ തന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോകാനുള്ള അനുവാദം നമുക്കില്ല. ഈ കൈകൾ, ബലിഷ്ഠമായ കൈകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാം നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം അനുവാദം തന്നിട്ടില്ല. ഹൃദയത്തിൽ നമുക്ക് നിരൂപിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത നിരൂപിക്കുവാൻ, ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൊണ്ടുപോവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. എല്ലാറ്റിനും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു അതിർവരമ്പ് ദൈവം വെച്ചിട്ടുണ്ട്. ഈ സത്യത്തെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബലഹീനത വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും?
നാം വൈദ്യനെ കാണും, ഡോക്ടറെ കാണും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നാം സ്വീകരിക്കും. ആത്മീക വിഷയമാത്തിനും അതുപോലെ തന്നെയാണ്. ആത്മീയ വിഷയത്തിൽ എന്താണ്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനമാണ്. പ്രാർത്ഥിച്ചപ്പോഴോ മറ്റോ കേൾക്കുണ്ടായല്ലോ, സഹോദരൻ അനൗൺസ് ചെയ്തപ്പോഴാണോ? ദൈവവചനമാണ് നമുക്ക് എല്ലാറ്റിനും ആവശ്യമായിട്ടിരിക്കുന്നത്. ഒരു ദിവസവും നമുക്ക് ഈ ദൈവവചനം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ആലോചനകളിൽ സ്വീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇതിനെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യം, ഈ ശരീരം താൽക്കാലികമായിട്ടുള്ളൊരു കൂടാരമാണ്. ആത്മാവ് നമുക്കറിയാം, നമ്മുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന ആത്മാവ് നിത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു നിത്യ കൂടാരം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണെങ്കിലും വളരെ പരിചയമുള്ള ഭാഗമാണെങ്കിലും ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് നാം അറിയുന്നു. അപ്പോൾ മഹത്വത്തോടുകൂടെ ശരീരത്തിന് മഹത്വത്തോടുകൂടെ ഉള്ള ഒരു ശരീരം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കർത്താവിൻ്റെ വരവിൽ ജീവിച്ചിരിക്കുന്നവരും രൂപാന്തരപ്പെടുമ്പോൾ ഈ ശരീരത്തോടെയല്ല പോകും. അവർക്ക് രൂപാന്തരപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ശരീരം ആലപിക്കുന്നു. മരിച്ചവർ ആദ്യം ഉയർക്കും എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. അവരും ഒരു പുത്തൻ ശരീരത്തോടുകൂടെ ആ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം എവിടെയൊക്കെ ആയിരിക്കുന്നു അത് ഒന്നായി ചേർത്തിട്ട് ഒരു പുത്തൻ ശരീരം പ്രാപിച്ചാണ് എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അതുകൊണ്ട് ഈ ശരീരത്തെ എല്ലാ പവിത്രതയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ഇതാരാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസാണ്. ശ്രേഷ്ഠ അപ്പോസ്തലൻ എന്ന പേര് ലഭിച്ച അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ തന്നെ പ്രസംഗിച്ചു, പക്ഷേ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം പാപലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക, അടിമയാക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ത്യാഗപൂർണമായുള്ള ജീവിതമുണ്ട്. ചുമ്മാതെ അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. നാം ദൈവകൃപയിൽ ശരണപ്പെടുന്നു, ദൈവകൃപയിൽ ആശ്രയിക്കുന്നു, വാസ്തവം ശരിയാണ്. പക്ഷേ നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ നാം നമ്മുടെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുവാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കുന്നു. അതെ, ഇവിടെ വായിക്കുന്നത് 5:16 വായിച്ചത് നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടണം. അപ്പോൾ നമ്മുടെ പ്രവർത്തികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ദൈവനാമം മഹിയപ്പെടണം, ദൈവത്തിന് മഹത്വം വരുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 5-ാമത്തെ കാര്യം, ശരീരത്തിൻ്റെ ശുദ്ധി ദൈവസന്നദ്ധിയിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ മനുഷ്യൻ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന്റെ ശരീരം, ഇത് അവന്റെ ശുദ്ധിയോടുള്ള ബന്ധത്തിൽ അത് ദൈവസന്നദ്ധിയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്. അത് വളരെ പരിചയമുള്ള വാക്യമാണ്, കാണാതെ അറിയാവുന്ന വാക്യമാണെങ്കിലും നമുക്ക് എടുത്തു വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയും ദൈവത്തെ
പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇത് അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന കാര്യമല്ല, ആണോ? അല്ല, നാം ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നാം സമർപ്പിക്കുവാൻ നാം തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ് സമർപ്പിക്കും. ഇവിടെ ശരീരങ്ങളെ എന്നാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എത്ര ശരീരമുണ്ട്? എത്ര ശരീരമുണ്ട്? ഒരു ശരീരമുള്ളൂ. പക്ഷെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം വായിച്ച ഭാഗം അതിന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ ഞാൻ ചേർത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശരീരത്തെ ജീവനും വിശുദ്ധിയും ഉള്ളതായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. ശുദ്ധി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ദൈവഭക്തിക്ക് ശരീരശുദ്ധി ഒരു അടയാളമായിട്ടിരിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4:3 നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ വിശുദ്ധനായിരിക്കുന്ന ദൈവം അശുദ്ധിയെ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നാം ഒരു കാലത്ത് അശുദ്ധിയിലായിരുന്നു, ഇന്ന് നാം വിശുദ്ധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നെങ്കിൽ ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ, വേർപാടും വിശുദ്ധിയും പാലിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നാം റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി തീർത്ത് പാപം നമ്മിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ഇടവരരുത് എന്നുള്ള സത്യം നാം ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 6ാമത്തെ കാര്യം, 6 കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞ പൊതുവിൽ. അവസാനത്തെ കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് നാം ആദ്യം ഓർത്തു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സ്വഭാവ ഗുണങ്ങളോട് കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്നുള്ളത്. അത് ഒന്നുകൂടി പറഞ്ഞുകയാണ്, ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ അവിടെ പറയുന്നുണ്ട്, ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്താകുന്നു? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അതിന് അങ്ങനെ ആകണമെങ്കിൽ വളരെ കൃപ നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ, നാം കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ളതിന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ദൈവം എന്താണ്? കരുണയുള്ളവനും കൃപയുള്ളവനുമാണ് എന്നുള്ളത് സത്യം നാം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കഴിയണം എന്നുള്ള സത്യം ഓർപ്പിക്കുകയാണ്. ഞാൻ വായിച്ചതായിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വന്ന് ഞാൻ തുടങ്ങി നിർത്താം. യെശയ്യാപ്രവചനം 33-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് എടുത്തത്. അതിൽ നിന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ നാം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന 6 കാര്യങ്ങളുണ്ട്. അവസരം കിട്ടിയാൽ അടുത്ത സമയങ്ങളിൽ പറയാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ 6 അവയവങ്ങളെ, 6 കാര്യങ്ങളെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നീതിയായി നടന്ന എന്ന വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയും. ഏതായിരിക്കും ആ അവയവം? കാലെന്തിനെ കാണിക്കുന്നത്? നടക്കാനുള്ളതാണ് കാൽ. നടപ്പെന്തിനെ കാണിക്കുന്നത്? ജീവിതമാണ്. രണ്ടാമത്തെ കാര്യം നേർ പറയുക. നാവ്. നമ്മുടെ നാവ് കൊണ്ട് എങ്ങനെ ആയിരിക്കണം, അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് കാണുന്ന കാര്യം പീഡനത്താലുള്ള ആദായം വെറുക്കുക. ഹൃദയം. നമുക്കറിയാം, ഹൃദയം എല്ലാറ്റിലും ഏറ്റവും കടലിലും വിഷമമേറിയ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യം അവിടെ പറയുന്നത് കൈക്കൂലി വാങ്ങാതെ കൈ ഉടഞ്ഞു കളയണം. അപ്പോൾ ഏതാണ്? അത് നമുക്കറിയാം, കൈയാണ്. നമ്മുടെ കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നു. അഞ്ചാമത്തെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുക. അപ്പൊ നമ്മുടെ ചെവി, കേൾവി, നമ്മുടെ കേൾവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ നാം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആറാമത്തെ കാര്യം ദോഷങ്ങൾ കണ്ട് രസിക്കാതെ വണ്ണം എന്ത് ചെയ്യണം? കണ്ണ്
അടച്ചു കളയണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതാണ്, കണ്ണടച്ചു കളയണം. അത് കാണണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണുമായിട്ട് നിയമം ചെയ്ത കാര്യം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ എനിക്ക് അവസരം തന്നാൽ ഇതിനെ വളരെ ഷോർട്ടായിട്ട് അവസരത്തിനനുസരിച്ച് പറയാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവസഭയോട് എനിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം ഇന്നതിലേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. Deus